കോട്ടയത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ഏറ്റവും ജനകീയനായ കോട്ടയത്ത് നിന്നുള്ള MP ആയിരുന്നു കെ സുരേഷ് കുറുപ്പ്. അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ജനകീയനായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിയോട് CPM-നോട് വലിയ അതൃപ്തി നേതൃത്വത്തോടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സുരേഷ് കുറുപ്പ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ്, സുരേഷ് കുറുപ്പിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലുള്ള ബ്രാൻഡിംഗ് കൊടുത്താണ് പാർട്ടി അദ്ദേഹത്തെ നേതൃതലത്തിൽ നിന്ന് വിരമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തന്നെ ഒഴിവാക്കാൻ പരിഗണിച്ച 3 കൊല്ലം മുമ്പ് നൽകിയ കത്താണെന്നും സുരേഷ് കുറുപ്പ് വ്യക്തമാക്കുന്നു. മാത്രമല്ല, കുറുപ്പിനോട് ചെയ്യുന്ന നീതിയാണോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. അതൃപ്തിയെ തുടർന്നാണ് ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസം സുരേഷ് കുറുപ്പ് പങ്കെടുക്കാതിരുന്നത്. എന്തായാലും സുരേഷ് കുറുപ്പിനെ പോലെ ഈ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളുകളെ മൊത്തം പുറത്തു ചാടിക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു നയമാക്കി മാറ്റിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. പാർട്ടിയിൽ ചില തന്ത്രശാലികൾ പിടിമുറുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ തന്ത്രശാലികളുടെ ഓപ്പറേഷൻസ് നിന്നു കൊടുക്കാത്ത ഒരാളാണ് കെ സുരേഷ് കുറുപ്പ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. ടോബി, തുറന്ന ജീപ്പിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഞാനിപ്പോ പാളയത്താണ് ഉള്ളത്. പാളയത്തെ സ്റ്റേറ്റ് ലൈബ്രറിയുടെ മുന്നിലെ റോഡിൽ നമ്മളുണ്ട്. അപ്പൊ പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും കോട്ടയത്ത് തിരുവനന്തപുരത്ത് കലോത്സവമാണെങ്കിൽ കോട്ടയത്ത് CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും സുരേഷ് കുറുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒഴിവാകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെ സമാപിച്ച സംസ്ഥാന സമ്മേളനത്തിൽ, ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ള ഒരു വാർത്തയും കൂടി വന്നു. എന്തായാലും അതിന്റെ അതൃപ്തി ഇന്നലെയൊന്നും അദ്ദേഹം പുറത്തു പറഞ്ഞില്ലെങ്കിലും ഇന്ന് അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി നേരത്തെ പറഞ്ഞിരുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ഒരു കത്ത് നൽകിയിരുന്നു സുരേഷ് കുറുപ്പ്. അത് പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് എന്നാണ് ഇന്നലെ പാർട്ടി വിശദീകരണം നൽകിയത്. പക്ഷെ അതല്ല, അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ കത്ത് 3 വർഷം മുൻപാണ് താൻ നൽകിയത്. ഇപ്പോൾ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല. തനിക്ക് ആരോഗ്യപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് സുരേഷ് കുറുപ്പ് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ പല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കും തന്നെക്കാൾ കൂടുതൽ പരിഗണന നൽകി അവരെ മുന്നോട്ട് CPM കൊണ്ടുവരുന്നുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം മുതിർന്ന നേതാവും അതുപോലെ തന്നെ പലതവണ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ് താൻ. അതുകൊണ്ട് തന്നെ പരിഗണിക്കാതെ ഇവരെ പരിഗണിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല, മനഃപൂർവ്വം അവഗണിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് സുരേഷ് കുറുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പിന് വലിയ അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു നടപടിയിൽ ഇപ്പോൾ പുതിയ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റും ഒക്കെ തെരഞ്ഞെടുത്തു. ഒപ്പം തന്നെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ സുരേഷ് കുറുപ്പ് ഉൾപ്പെട്ടിട്ടില്ല. അതിലുള്ള ഒരു കടുത്ത അതൃപ്തി. കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടി പരിപാടികളിൽ സജീവമല്ലായിരുന്നു. ഈ ഒരു കാരണത്താൽ തന്നെ കാര്യമായി പരിഗണിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ SKN പറഞ്ഞതുപോലെ തന്നെ 1984 അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പാർലമെന്ററി രംഗത്തേക്ക് വരുന്നത്. അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവത്തിൽ രാജ്യം മൊത്തം UDF-ന് അനുകൂലമായ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമുണ്ടായപ്പോൾ പിടിച്ചു നിന്നത് ഈ കോട്ടയത്ത് മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടാണ്. തുടർന്ന് അങ്ങോട്ട് 4 തവണ ലോക്സഭയിലേക്കും അതുപോലെ തന്നെ 2 തവണ ഏറ്റുമാനൂരിൽ നിന്ന് നിയമസഭയിലേക്കും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമത് അദ്ദേഹം നിയമസഭയിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാരിലായിരുന്നു അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അന്നും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു പരിഗണന, സ്പീക്കർ സ്ഥാനത്തേക്കൊക്കെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടെങ്കിലും അതും ഉണ്ടായില്ല. അപ്പോൾ പൂർണ്ണമായി പാർട്ടിയിൽ ഒരു അവഗണന ഉണ്ടായ സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ കെ സുരേഷ് കുറുപ്പിന്റെ വ്യക്തിപ്രഭാവം എപ്പോഴും പാർട്ടിക്ക് ഗുണകരമായിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ടോബി പറഞ്ഞ പോലെ UDF ഒക്കെ തോറ്റ് തുന്നമ്പാടിയ കേരള ചരിത്രത്തിലും സുരേഷ് കുറുപ്പ് ജയിച്ചു കയറി. കേരള സർവകലാശാല യൂണിയൻ ചെയർമാനായിട്ടായിരുന്നു സുരേഷ് കുറുപ്പിന്റെ തുടക്കം. പക്ഷേ അദ്ദേഹം വളരെ കൂടുതൽ ജനശ്രദ്ധ നേടിയ നേതാവായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നേതൃത്വത്തിലെ ചില ആളുകളുടെ ഇടപെടലാണോ എന്നറിയില്ല, സുരേഷ് കുറുപ്പിന് അർഹമായ സ്ഥാനങ്ങൾ നൽകിയില്ല. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം സ്പീക്കറാകാൻ പോകുന്നു എന്നൊക്കെയുള്ള കിംവദന്തികളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് സുരേഷ് കുറുപ്പ് എങ്ങും എത്തിയില്ല എന്ന് പറയാൻ കഴിയില്ല. 4 തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, 2 തവണ കേരള നിയമസഭയിലേക്കും. അപ്പോൾ നിയമസഭയിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു കുറുപ്പ്.